ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിനായി രണ്ട് മഹാരഥന്മാർ നേർക്കുനേർ വന്ന ദിവസം. ഒരു വശത്ത് തകർപ്പൻ ഫോമിലുള്ള മാഞ്ചസ്റ്റർ സിറ്റി, മറുവശത്ത് തോമസ് ടുക്കലിന്റെ കീഴിൽ ചെൽസി. ആ പോരാട്ടത്തിന്റെ ഹൃദയത്തിൽ ഒരു കൊച്ചു മനുഷ്യൻ, എന്നാൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പോരാളി എൻഗോളോ കാണ്ടെ. സിറ്റിയുടെ മധ്യനിര കൃത്യതയുടെയും ഒഴുക്കിന്റെയും ഒരു സിംഫണി പോലെയായിരുന്നു. എന്നാൽ കാണ്ടെ ആ സിംഫണിയിൽ ഒരു അസാധാരണമായ ശബ്ദമായി മാറി. അവർക്ക് ഒരിക്കലും നിശബ്ദനാക്കാൻ കഴിയാത്ത ഒരു ശക്തിയായി. അവൻ എല്ലായിടത്തും ഉണ്ടായിരുന്നു. കാണ്ടെ എന്ന അജയനായ പ്രതിബന്ധത്തിൽ തട്ടി നിന്ന പോലെ തോന്നി. സിറ്റിയുടെ ബെഞ്ചിൽ നിന്ന് നിരാശയുടെ ദീർഘനിശ്വാസങ്ങൾ ഉയരുന്നത് കേൾക്കാമായിരുന്നു. ചെൽസിയുടെ പ്രതിരോധം തകർക്കാൻ സാധ്യതയുള്ള കെവിൻ ഡി ബ്രൂയന്റെ ഒരു അപകടകരമായ നീക്കം കാണ്ടെയുടെ നിർണായകമായ ഒരു ടാക്കിളിൽ അവസാനിക്കുന്നു. അവനേക്കാൾ എത്രയോ വലിപ്പമുള്ള കളിക്കാരെ അവൻ ഡ്യുവലുകളിൽ തോൽപ്പിക്കുന്നു. ഉയരം കൂടിയ പ്രതിരോധ നിരക്കാരെ മറികടന്ന് ഹെഡറുകൾ നേടുന്നു. പന്ത് തിരിച്ചുപിടിച്ച് പ്രതിരോധത്തെ ആക്രമണമാക്കി മാറ്റി. ഫൈനൽ വിസിൽ മുഴങ്ങി പോർട്ടോയുടെ ആകാശം നീല വെളിച്ചത്തിൽ നിറഞ്ഞു നിന്നു. ക്യാമറകൾ സ്വാഭാവികമായി ഗോൾ നേടിയവന്റെ നേർക്ക് തിരിഞ്ഞു, പരിശീലകന്റെ നേർക്ക് തിരിഞ്ഞു. പക്ഷേ അവർ അവനെ കണ്ടെത്തി. എൻഗോളോ കാണ്ടെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും വാങ്ങി ഒരു ചെറു പുഞ്ചിരിയോടെ പോർട്ടോയോട് വിട പറഞ്ഞ് അവൻ ലണ്ടനിലേക്ക് പറന്നു.